ആർക്കു വേണ്ടിയാ പറയാ? എന്റെ വീട്ടിലൊന്നുമില്ല. ആർക്കു വേണ്ടിയാ പറയുക? ഇവിടെ പെണ്ണിന്റെ ജോലി എന്താ? സഹോദരിമാർക്കൊന്നും തോന്നരുത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാ പറയുക. പെണ്ണിന്റെ ജോലി എന്താ? സന്ധ്യാസമയമാകുമ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് വരിക. മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ ഏത് വീട്ടിലാണോ ഖുർആന്റെ പാരായണം നടക്കുക, ആ വീടിന്റെ മുകൾ ഭാഗത്തൊരു പ്രകാശത്തിന്റെ ഗോപുരം ഉണ്ടാവും. ആകാശത്തിൽ നിന്ന് വരുന്ന മലക്കുകൾ ആ പ്രകാശ ഗോപുരം കണ്ടിട്ട് ആ വീട്ടിലേക്ക് ഇറങ്ങി അവിടെ വന്ന് ദുആ ചെയ്യും, അല്ലാഹുവേ ഈ വീട്ടുകാർക്ക് സമാധാനവും സന്തുഷ്ടി നൽകണമേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വീട്ടിൽ വരൂ, നിന്റെ വീട്ടിൽ വരൂ. എങ്ങനെ വരും? നിന്റെ വീടിന്റെ അകത്തോട്ട് കയറിയില്ല. കാരണം ഫ്രണ്ടിന് സിറ്റൗട്ടി മലക്ക് കയറുമ്പോ തന്നെ കാണാം വാതിലിന്റെ മുമ്പിൽ ഒരു ഫോട്ടോ, നല്ല ആമീനൊക്കെ പിടിച്ച് നല്ല തലയിൽ തട്ടമിട്ടൊരു സുന്ദരിയായ പെണ്ണ് ആമീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ മിക്ക വീട്ടിലുമുണ്ട്. എന്താ ആരാധനറിയോ? മിക്ക വീടുകളിലും നല്ല സുന്ദരിയായൊരു പെണ്ണ് തലയിൽ തട്ടമൊക്കെ ഇട്ട് ആമീനൊക്കെ പിടിച്ച് അവൾ ഇങ്ങനെ ഇരിക്കുക. ബറക്കത്തിന് വേണ്ടി സിറ്റൗട്ടിന്റെ മുമ്പിൽ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണ ഈ ഫോട്ടോയാ. ഇത് ഏതാ സാധനം എന്നറിയോ? ആ സാധനമാണ് പഴയ സിനിമ നടി നദിയ മൊയ്തു. ആ ബറക്കത്തായിട്ട് വെച്ചിരിക്കുന്ന ആയിഷ ബീവിയുടെ ചിത്രമൊന്നുമല്ല. ഇത് തമിഴന്മാര് ശിവകാശി നടിച്ചുവിടുന്ന ഓരോ ഫോട്ടോ. ആ സാധനം പഴയ സിനിമാ നടി നദിയ മൊയ്തുവാണ്. നദിയ മൊയ്തുവിന്റെ ഫോട്ടോ ചെയ്ത് സിനിമാ നടിയെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ദുആ. ഇനി അത് കടിനകത്ത് കയറിയാലോ 7 മുതൽ 9 വരെ ലോകത്തുള്ള മുഴുവൻ ആഭാസങ്ങളും യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനം കേരളത്തിൽ ഇത്രയും വർദ്ധിക്കാൻ തന്നെ കാരണം ഈ പെണ്ണിന്റെ വസ്ത്രധാരണമാണെന്ന് വാക്കവിയല്ല രജീന്ദർ കുമാറിന്റെ നേരെ കുരച്ചു ചാടിമാരി എന്റെ നേരെ ചാടണ്ട. ഇന്ത്യയിലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് മിനിങ്ങാന്ന് പറഞ്ഞത്. സ്ത്രീ പീഡനം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പെണ്ണുങ്ങളുടെ വസ്ത്രധാരണമാണ്. ഇതിങ്ങനെ ധരിച്ചിട്ട് ഇങ്ങനെ ആണുങ്ങളുടെ മുമ്പിൽ കൂടെ നടക്കുക. നല്ല കരിമീൻ പൊരിച്ചിട്ട് പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് അള്ളാണ് ഇത് തിന്നരുതെന്ന്. പൂച്ച തിന്നായിരിക്കില്ല, തിന്നു. നല്ല കരിമീൻ പൊരിച്ചിട്ട് പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് തുറന്നു വെച്ചിട്ട് അള്ളാണ് പൂച്ച ബിസ്മില്ലാ ഇത് തിന്നരുതെന്ന പൂച്ച തിന്നായിരിക്കും. ആണും പെണ്ണും തമ്മിലൊരു മാനസിക ബന്ധമുണ്ട്. അതുകൊണ്ട് പെണ്ണിന്റേതായ പരിശുദ്ധി ഉണ്ടാവണം, ആണിന് ആണിന്റേതായ പരിശുദ്ധി ഉണ്ടാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ആദ്യം നിന്റെ ജീവിതം ആദ്യം നന്നാവുക. പ്രയാസങ്ങൾ ഒരു പരിധി വരെ അള്ളാഹുനാക്കി തരട്ടെ. നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ ബിസിനസ് ചെയ്തിട്ട് ബറക്കത്തില്ല. കുട്ടികൾ പോയിട്ടൊരു ഗതിയില്ല. എന്തുകൊണ്ട്? വീട്ടിലെ പെണ്ണ് നന്നായാലേ വെളിയിലെ പുരുഷൻ നന്നാവൂ. മത്സ്യത്തൊഴിലാളികൾക്കൊരു ചിന്തയുണ്ട്. ഭർത്താവ് കടലിൽ പോയാൽ പെണ്ണ് കരയിലിരുന്ന് പിഴച്ചാൽ നീ എന്ത് കടപ്പുറത്തുകാരാടാ പറയട അങ്ങനെയല്ലേ? ചില മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു വിശ്വാസം പണ്ട് മുതലേ ഉണ്ട്. കരയിൽ നിന്ന് പെണ്ണ് പിഴച്ചാൽ കടലിൽ പോകുന്ന ഭർത്താവ് പിന്നെ തിരിച്ചു വരില്ല. അതൊരു വിശ്വാസമാകട്ടെ അന്ധവിശ്വാസമാകട്ടെ, അതൊരു വലിയ ചിന്തയാണ്. കാരണം കരയിലിരുന്ന പെണ്ണ് നന്നായാലേ കടയിലിരിക്കുന്ന ഭർത്താവ് നന്നാവും. നിങ്ങൾ വേണമെങ്കിൽ ഇത് കുറിച്ചിട്ടോ. ഒരു കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഐശ്വര്യം പെണ്ണിന്റെ കയ്യിലാണ്. നിങ്ങൾ കുറിച്ചിട്ടോ. ഒരു കുടുംബ ജീവിതത്തിന്റെ അഭിവൃദ്ധി പുരുഷന്റെ കയ്യിലാണ്, ഐശ്വര്യം സ്ത്രീയുടെ കയ്യിലാണ്. പെണ്ണ് നന്നാവാത്ത ഒരു കുടുംബം ഐശ്വര്യമുള്ള കുടുംബമാവുകയില്ല, ഉറപ്പ്. ഒരു കുടുംബ ജീവിതത്തിന്റെ അഭിവൃദ്ധി പുരുഷന്റെ കയ്യിലാണ്. ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം അതിന്റെ താക്കൊരു പെണ്ണിന്റെ കയ്യിലാണ്. കുടുംബത്തിലെ പെണ്ണ് നന്നായാൽ ആ കുടുംബം ഐശ്വര്യമുണ്ടാവും. അല്ലെങ്കിൽ അവന് അഭിവൃദ്ധി ഉണ്ടാകുള്ളൂ. കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടുന്നുണ്ടാവും, വീട്ടിൽ വലിയ സമാധാനം ഒന്നും ഉണ്ടാവില്ല. ക്യാഷ് ഉണ്ടോ? ഉണ്ട്. വീട്ടിൽ കയറിയാലോ? അള്ളാഹു നമ്മുടെ സ്ത്രീകളെ നന്നാക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. എന്താ നിങ്ങളുടെയൊക്കെ ഭാര്യമാരാ സൂറ ബീവിയെ പോലെ? ഇത് നിങ്ങൾ ആമീൻ പറയാതിരുന്നിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഭാര്യമാരൊക്കെ ആയിഷ ബീവിയെ പോലെയാണെന്നാണ്. അതോ ആമീൻ പറഞ്ഞിട്ടൊന്നും കഥയില്ല, നന്നാവൂലെന്ന് വിചാരിച്ചിട്ട്? ഇതൊരു ആമീൻ കൊണ്ടൊന്നും നന്നാവണ സൈസല്ല ഉസ്താദ്. ആമീൻ പോയിട്ട് 101 യാസീൻ ഞാൻ ഓതിയിട്ടുണ്ട്. പണ്ടാരോ പറഞ്ഞതുപോലെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ കല്യാണം കഴിക്കണം, കല്യാണം നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു 3 യാസീൻ ഓതിയാൽ മതി, കല്യാണം നടക്കും. അവന് സന്തോഷമായി. പോകാൻ നേരത്തെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ചിലപ്പോ 3 യാസീൻ ഓതിയാൽ കല്യാണം നടക്കും, പക്ഷെ ഇത് ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു 10 ഓതിയാൽ ഒഴിവാവില്ല. നടക്കാൻ 3 യാസീൻ മതി. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, യഥാർത്ഥത്തിൽ നമ്മുടെ സന്ധ്യാസമയം എന്താ? സഹോദരിമാരോട് പ്രത്യേകിച്ച്
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സന്ധ്യാസമയമാകുമ്പോ പെണ്ണേ നീ ആരാ? നീ വീടിന്റെ വിളക്കാണ്, കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, നീ കുടുംബത്തിന്റെ വിളക്കായി മാറേണ്ടവൾ പെണ്ണ്, അല്ലാതെ അന്യന്റെ മുമ്പിൽ ആരിച്ചു മറുക്കേണ്ടവളല്ല. ആദ്യത്തെ സന്ദേശം പറയുകയാണ്, സന്ധ്യാസമയമാകുമ്പോ ഈ ആവാസത്തിന്റെ ഉമ്മു ജമീലയുടെ പുറകെയല്ല, ആ പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് മഗ്‌രിബിന്റെ ബാങ്ക് വിടുമ്പോ ആ സമയത്ത് നിന്നെ മക്കളെ വിളിച്ച് വീട്ടിലേക്ക് എത്തി ഖുർആൻ ഓതിപ്പിക്കാൻ. നിങ്ങൾക്കറിയുമല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല മരണം സംഭവിച്ച മഹാനായ മനുഷ്യനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 5000 പേര് വെച്ച് 35 പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടന്ന ഒരു മനുഷ്യന്റെ മയ്യത്ത് നിസ്കാരത്തിന് തടിച്ചുകൂടിയ ആളുകളെ കണ്ടപ്പോ അവിടെ കൂടി നിന്ന ആളുകൾ ചോദിച്ചു, അത്രേ ഇത് അറഫയാണോ? വലിയ മനുഷ്യസാഗരം ഇതിനു മുമ്പ് കണ്ടത് അറഫയിലാണ്. അറഫയിൽ കാണുന്ന ജനലക്ഷങ്ങളെ പോലെ ഒരു മനുഷ്യന്റെ മയ്യത്തിന്റെ പുറകിൽ ഒരുമിച്ച് കൂടിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തങ്ങളെ ഓർക്കുക. ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകനാണ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. ആ മഹാനവറുകൾ ഒരു സ്മരണയിൽ എഴുതുന്നുണ്ട്, എന്റെ ഉമ്മ അതായത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ എല്ലാ ദിവസവും മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചാൽ ഞങ്ങളെ മക്കളെ വിളിച്ച് വീട്ടിലിരുത്തിയിട്ട് സൂറത്തുൽ വാഖിഅ ഓതാറ്, സൂറത്ത് യാസീൻ ഓതാറ്. ഇതേവരെ ഉമ്മ ഞങ്ങൾക്ക് രാത്രിയിൽ ഭക്ഷണം തന്നിട്ടില്ലെന്ന് ആ മകൻ തന്റെ ഉമ്മയെ കുറിച്ച് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ രക്ഷിക്കുക. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മക്കളാണ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ തിരക്കിൽ നിൽക്കുമ്പോ തന്റെ ഭർത്താവ് ഏറ്റവും വലിയ തിരക്കുള്ള ആളാകുമ്പോ സന്ധ്യാസമയത്ത് പാണക്കാട് തറവാടിന്റെ കളിമുറ്റത്ത് കളിച്ചു വരുന്ന സ്വന്തം മക്കളെ വിളിച്ചു വരുത്തി യാസീനോട് വാക്കിയോടാണ് മരിക്കുന്നത് വരെ ഉമ്മ ഞങ്ങളെ കിടത്തുറക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പറക്കൂ, നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പറക്കൂ. ഖദീജ ബീവിയുടെ മടിത്തട്ടിലാണ് ഫാത്തിമ പറഞ്ഞത്, ഫാത്തിമയുടെ മടിത്തട്ടിലാണ് ഹസൻ ഹുസൈൻ പറഞ്ഞത്, ആ ഹസൻ ഹുസൈന്റെ മടിത്തട്ടിലാണ് ഹുസൈനുൽ ആബിദീൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹു. സ്വന്തം ഭർത്താവിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ പുറകെ പരാടിയില്ലാതെ പരിഭവമില്ലാതെ അവസാന ശരീരത്തിൽ ധരിച്ചിരുന്ന സ്വർണ്ണ നാണയം പോലെ വലിച്ചൂരി കൊടുത്ത് സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്നപ്പോ ശുബൈബ് താലിബിന്റെ മനഞ്ചരിവിൽ ചെന്നിട്ട് നിങ്ങളുടെ കൂടെ പട്ടിണി കിടക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് കരിങ്കല്ലിന്റെ മുകളിലേക്ക് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കിടന്ന ഖദീജ ബീവിയുടെ മടിത്തട്ടിലാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ പെണ്ണ് പിറന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് സഹറ. വാപ്പയുടെയും ഉമ്മയുടെയും ജീവിതം കണ്ട് നടന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ. പ്രിയപ്പെട്ട വാപ്പ ദീനിന് വേണ്ടി നടന്നിട്ട് അവസാനം ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് ഖദീജ, വിശക്കുന്ന ഖദീജ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ എന്തിനാണെന്നറിയോ, ദീനിന് വേണ്ടി കൊടുത്തു പാവപ്പെട്ടവനായടാ, ദീനിന് വേണ്ടി കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരാരും ഉസ്താദേ ബാങ്കിന്റെ ബാലൻസ് നോക്കിയിട്ട് ഞാൻ സദഖ ചെയ്യാറില്ല എന്ന് പറഞ്ഞ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുണ്ട്. അള്ളാഹു ആ സമ്പത്തിൽ അള്ളാഹു വർധനവ് കൊടുക്കുമാറാകട്ടെ. കൊടുക്കുമ്പോൾ ബാങ്ക് ബാലൻസ് നോക്കാറില്ല. ഇതാരുടെ സ്വഭാവമാണ്? ഖദീജയുടെ സ്വഭാവമാണ് റളിയല്ലാഹു അൻഹാ. അവസാന കോടിപതിയുടെ മകള് കൊടുത്തു എല്ലാം തീർന്നു കഴിയുമ്പോ വിശക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ വന്നപ്പോ ഭാര്യ ശമിച്ചില്ല. എല്ലാം കൊടുത്തു തീർന്നില്ലേ എന്ന് ചോദിച്ചില്ല. ആ സമയത്ത് രണ്ടുപേരും കിടന്നുറങ്ങുന്ന കമ്പിളി പുറപ്പെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി ആ ചന്തയിൽ വിട്ടിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുപോവാ. ഒരു പരിഭവം പറഞ്ഞിട്ടില്ല.
ഒരു പരാതി പറഞ്ഞിട്ടില്ല. വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ ആകെ വീട്ടിലുള്ളത് കിടന്നുറങ്ങുന്ന കമ്പിളി പുറപ്പാട്. ആ കമ്പിളി പുറപ്പെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി ചന്തയിൽ വിറ്റിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവസാന കിടക്കപ്പായ പോലും കൊടുത്തെന്ന് നമ്മൾ പറയാറില്ലേ? ആ കിടക്കപ്പായി കൊടുത്ത പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ. ആ ഖദീജ ബീവിക്കാണ് ഫാത്തിമ പിറന്നത്. ലലനാമണി ഫാത്തിമ, മഹിദാമണി ഫാത്തിമ. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാക്കന്മാര്, നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടച്ചാറായ തിന്നയിലും നീ ലോട്ടറിക്കാരന്റെ പുറകിലും നീ കടത്തുന്നയിലും നടക്കുക. നിന്റെ ഭാര്യ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്യപുരുഷനോട് സംസാരിക്കുക. രാത്രിയായാലും പിന്നെ സീരിയലിന്റെ മുമ്പിൽ ഉണ്ടാവുക. നിന്റെ വീട്ടിൽ ഖദീജ പറക്കില്ല, നിന്റെ വീട്ടിൽ ഫാത്തിമ പറക്കില്ല, നിന്റെ ആൺമക്കൾ ഹസൻ ഹുസൈൻ ആവില്ല. ഖുർആനിലെ സ്ത്രീ എന്ന് പറയുമ്പോ ജീവിതത്തിൽ വിശുദ്ധി സൃഷ്ടിച്ച പെണ്ണിനെ നല്ല മക്കൾ പിറക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. നല്ല കൃഷി സ്ഥലത്തിലെ നല്ല കൃഷി ഉണ്ടാവും. അല്ലാഹു പറഞ്ഞത് പെണ്ണിനെ കുറിച്ചാണ്. നല്ല കൃഷി സ്ഥലത്തിലെ നല്ല നെല്ലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പിറക്കൂ. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വഫാത്തിന്റെ വേളയിൽ കിടക്കുകയാ. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പൊട്ടിക്കരയുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കാണാനെത്തി. ആ സമയത്ത് ചോദിച്ചു, ഇബ്നു മസ്ഊദ് എന്തിനാണ് കരയുന്നത്, എന്തിനാണ് പൊട്ടിക്കരയുന്നത്? നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ മരണത്തിന് ശേഷം അനാഥരാകുമെന്ന് ഓർത്തിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ കുടുംബത്തിനൊരു സമ്പത്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത പറയാനാണ് വന്നതെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ മരിച്ചാലും എന്റെ പെൺമക്കൾ വടിയാധാരമാകും, അവരെ പട്ടിണി കിടക്കുമെന്നൊരു പേടി എനിക്കില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല ചോദിച്ചു, കാരണമെന്താ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വഫാത്തിന്റെ വേളയിൽ കരയുമ്പോ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ കരയുന്നത് എന്തിനാ? 5 പെൺമക്കളാണ് ഇബ്നു മസ്ഊദിന്. എത്ര പെൺമക്കൾ? നിങ്ങളുടെ കോക്ക പെണ്ണുങ്ങളെ 7 മണി മുതൽ 10 വരെ സർവ്വ ഹറാമം കണ്ടിട്ട് മക്കൾ നന്നാവണം, ഭർത്താവ് നന്നാവണം, പ്രയാസങ്ങൾ മാറണം, പഠിക്കുക നിങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല മരണവേളയിൽ പറഞ്ഞു, ഞാൻ മരിച്ചാലും എന്റെ മക്കൾ വടിയാധാരമാകും എന്ന കാര്യത്തിൽ എനിക്കൊരു പേടിയുമില്ല. എന്റെ മക്കൾക്ക് ദാരിദ്ര്യം, എന്റെ മക്കൾ ഞാൻ മരിച്ചാലും എന്റെ മക്കൾ പട്ടിണി കിടക്കുന്ന ഒരു പേടി എനിക്കില്ല. ഉറപ്പിച്ചു പറഞ്ഞു. എന്താ കാര്യം? LIC എടുത്തിട്ടാ, എല്ലാം എടുത്തിട്ട് LIC എടുത്തിട്ടാ. ഞാൻ മരിച്ചാലും എന്റെ മക്കൾ പട്ടിണി ആവൂല. കാരണം എന്റെ മക്കൾക്ക് ഞാൻ LIC എടുത്തു വെച്ചിട്ടുണ്ട്. KSF നിങ്ങൾ എന്താ കരുതിയത്? മൂല്യാൽ അങ്ങനെയൊക്കെ പറയും, എന്നാലും LIC KSF എടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം. ബാക്കവി അങ്ങനെയൊക്കെ പറയും. നമ്മൾ LICയും KSFനും ചിട്ടി കൂടിയില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം പോക്കാണ്. മൂല്യാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു മരണക്കിടക്കയിൽ വാപ്പ കിടക്കുക. ഒന്നുമില്ല, ഒരു ചെറ്റക്കുരയിൽ 5 പെൺമക്കൾ. ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പെൺമക്കൾ അനാഥരാവരുത് എന്ന കാരണത്താൽ സഹാബത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. മാസാമാസം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സന്തോഷ വാർത്ത പറയാൻ വന്നതാ. ഹബീബായ നബിയുടെ സഹാബി പറഞ്ഞു, എന്റെ മക്കൾ പട്ടിണി കിടക്കുന്നൊന്നും എനിക്കൊരു പേടിയില്ല. എന്റെ മക്കൾ ഞാൻ മരിച്ചാലും സുഭിക്ഷമായിട്ട് ജീവിക്കും. LIC ഉള്ളതുകൊണ്ടാ? ആണോ? അവരുടെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു. എന്ത്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങളെ പറയാനുള്ള കാരണമെന്താ? ആ സമയത്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ഹദീസ് പഠിപ്പിച്ചു തന്നു. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ബഅദൽ മഗ്രിബ്, ആരെങ്കിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം കൃത്യമായി സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം തുസിബഹു ഫാക, വരെ
മരിക്കുന്നത് വരെ ആ മക്കൾക്ക് ദാരിദ്ര്യമുണ്ടാവുകയില്ല. ആരാണോ സുബഹി നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിയ കൃത്യമാരായി പാരായണം ചെയ്യുക, ലം തുസ്ബിഹു ഫാഖാ, മരണം വരെ ആ കുടുംബത്തിന് പിന്നെ ദാരിദ്ര്യമുണ്ടാവുകയില്ലെന്ന് ഇതേവരെ കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നത്തെ ദിവസം മുതൽ എന്റെ 5 പെൺമക്കളും എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിയ പതിവായി പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് പട്ടിണി ഉണ്ടാവില്ലെന്ന് ഒരു പിതാവിന് ഉറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുന്നുണ്ട്. എന്തേ സഹോദരിമാരെ നമുക്കിത് കഴിയുന്നില്ല? നമ്മുടെ സന്ധ്യാസമയങ്ങൾ ആർഭാടങ്ങളുടേതായി. അതുകൊണ്ട് ഖുർആനിലെ സ്ത്രീ ഒന്നാമത്തെ വിഷയം പറയുമ്പോ ഉമ്മ ജമീല അവരുടെ തങ്ങളെ ആരായി മാറണം? സന്ധ്യാസമയങ്ങള് ഈ ആട്ടത്തിനപ്പുറം അല്ലാഹുവിന്റെ ആഖിറത്തെ കരുതുന്ന, പതിവായി സൂറത്തുൽ വാഖിയ ഓടുന്ന, മക്കളെ വിളിച്ചിരുത്തിയിട്ട് സൂറത്തുൽ വാഖിയ ഓടുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, ഒരു സിവിലൈസേഷന് തിരികൊളുത്തുക. അതുകൊണ്ട് ഈ പ്രഭാഷണം കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പതിവായി മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിയ ഓതുന്നവരൊന്ന് കൈവക്കി. കള്ളം പറയരുത്. കള്ളം ഉള്ളവര് പതിവായി മഗ്‌രിബിന് ശേഷം സൂറത്തുൽ തക്ബീർ. അല്ലാഹു നല്ല പ്രതിഫലം തരട്ടെ. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിയ ഇത്രയും വലുതാണെങ്കിൽ ഞാൻ മരിച്ചാലും, പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഉമ്മമാരെ, നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ മക്കൾ പട്ടിണി കിടക്കരുത് എന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അല്ലെ? ആഗ്രഹമില്ലാത്തവരുള്ളത് ആരെങ്കിലും ഉണ്ടോ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഇനി എന്റെ ഒരുമാതിരി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. ഇനി ഒരു ആഗ്രഹമേ ഉള്ളൂ, ഞാൻ മരിച്ചാലും ഞാൻ അനുഭവിച്ച ജീവിതത്തിലെ ദുഃഖം എന്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല. അതെന്റെ ഒരു പിതാവിന്റെ ആഗ്രഹമാണ്. അള്ളാഹു അത് നടത്തി തരട്ടെ. നമ്മുടെ എല്ലാവരെയും ആഗ്രഹം ഇതാണ്. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും, ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിയ എന്റെ വീട്ടിൽ കൃത്യമായി ഓതും, ഇല്ലെങ്കിൽ ഞാൻ ഓതിപ്പിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇതെന്തിട്ട് മനുഷ്യന്മാരായത്? ഞാൻ വെറുതെ അത് പറയാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിച്ച ഒരു കൈപൊക്കി. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഇന്നതായാലും മഗ്‌രിബില്ല, കൈയുള്ളവര് പോക്ക്. ഇവിടെ വെച്ചൊരു തീരുമാനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും മതി. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറയുകയാ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ മനുഷ്യൻ, കേരളം കണ്ട ഏറ്റവും വലിയ മഹത്തുക്കളുടെ മരണം. ഞങ്ങളുടെ ഉമ്മ ആ തിരക്കിന്റെ ഇടയിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ വാഖിയും സൂറത്തും യാസീനും ഓതാതെ ഇതുവരെ ഞങ്ങളെ കിടത്തി ഉറക്കിയിട്ടില്ല. പെങ്ങളെ ഇതായി മാറണം. ഇതാണ് സ്ത്രീ. ഇതാണ് സ്ത്രീ. അല്ലാതെ 7 മുതൽ 10 വരെ ഇങ്ങനെ മാറ്റി ലോകത്തുള്ള 140 രാഷ്ട്രങ്ങളിൽ ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവനും ലൈവായി കാണാൻ കഴിയുന്ന, അത് വാപ്പയും കാണും, അടുത്തിരുന്ന് മക്കളും കാണും. MTV ഫാഷൻ ടിവിയും കാണുമ്പോ മക്കളും ഉണ്ടാകും, വാപ്പയും ഉണ്ടാവും. മക്കൾ വല്ലാത്ത സങ്കടത്തിൽ ചോദിക്കും, വാപ്പ ഇതെന്താ? MTV ഫാഷൻ ടിവിയും കാണുമ്പോ മക്കൾ വല്ലാതെ ചോദിക്കും, വാപ്പ ഇതെന്താ ഇത്രയ്ക്ക് തുണി കൊടുക്കാൻ ഇല്ലാത്തവരാണോ? അപ്പൊ വാപ്പ സമാധാനത്തിൽ പറയും, മക്കളെ അത് വളരെ പാവപ്പെട്ട ആളുകളാണ്, അവർക്കില്ല. അപ്പൊ മോൻ പറയും, വാപ്പ ഇനി ഇതിലും പാവപ്പെട്ടവരേതേലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. ഇത് പാവപ്പെട്ടവരുടെ ചാനലാണ്. മോൻ പറയും, വാപ്പ ഇതിനേക്കാൾ പാവപ്പെട്ടവരുടെ ചാനൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി വിളിക്കണം. ഈ സംസ്കാരത്തിലേക്ക് വാപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് ലൈംഗിക ചുവയുള്ള പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും തോന്നരുത്. ഞാനിത് പലരിൽ നിന്ന് കേട്ട വാക്കുകളാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഒരിടത്ത് സംസാരിക്കാൻ പോകുമ്പോ ഒരു ഉമ്മ എന്റെ അടുക്കൽ വന്നു, ലൈവായി വന്നതാണ്. ആ ഉമ്മ എന്നോട് പറഞ്ഞ സങ്കടം, വാപ്പ മരിച്ചുപോയി. 35 വയസ്സുള്ള ഉമ്മ, മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ മകനെ കാരണത്താൽ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകൻ എന്റെ വീട്ടിലുള്ള കാലത്തിൽ എനിക്ക് അയൽപക്കത്തെ പേടിയില്ല, അവിടുത്തെ കള്ളുകുടിയന്മാരെ പേടിയില്ല. എന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് പേടി എന്റെ മകനാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകൻ വീട്ടിലുണ്ടെങ്കിൽ എന്റെ ബെഡ്റൂമിന്റെ കുറ്റിയിടാതെ കിടക്കാൻ എനിക്ക് പേടിയാണ് എന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഉമ്മ എന്റെ മുമ്പിൽ വന്ന് നേരിട്ട് പറഞ്ഞതാണ്. മീൻ വെട്ടാനിരിക്കുമ്പോ, പച്ചക്കറി വെട്ടാനിരിക്കുമ്പോ ഉമ്മയുടെ ശരീരത്തിലേക്ക് നോക്കി നിൽക്കുന്ന മകൻ. അള്ളാഹു ഈ ദുരന്തത്തിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആമീൻ പറയാതെ ഒന്നും ഇരിക്കണ്ട.
കേരളത്തിൽ 140 പെൺകുട്ടികൾ സ്വന്തം പിതാവിനാൽ ഗർഭിണികളാക്കപ്പെട്ടവരാണ്. കേരളത്തിലെ 140 പെൺകുട്ടികൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം സ്വന്തം പിതാവിനാൽ ഗർഭിണിയാക്കി പ്രസവിക്കപ്പെട്ട 11 പെൺകുട്ടികൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രമുണ്ട്. എന്താ കരുതിയത്? എവിടെയൊക്കെ ലോകം പോവുക? എവിടെയാണ് എത്തി നോക്കുക? ഈ ലോകത്ത് ധാരാളം ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തം മകനെ ഭയന്നിട്ട് ബെഡ്റൂമിന് കുറ്റിയിടാതെ കിടന്നുറങ്ങാൻ പേടിക്കുന്ന ഒരു ഉമ്മയുടെ നാട്ടിൽ നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആ മകനെ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഞാൻ അവനോട് കുറേ സംസാരിച്ച അവസാനം ഞാനും അവനുമായി ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ പറഞ്ഞു മോനെ ഇതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അതിന്റെ കാരണക്കാരിയും എന്റെ ഉമ്മ തന്നെയാണെന്ന്. ഞാൻ ചോദിച്ചു, എന്തേ മോനെ? ഞാനും ഉമ്മയും ഒന്നിച്ചിരുന്നാണ് ടിവിയും സിനിമയും ഒക്കെ കാണുന്നത്. അതിൽ കാണുന്ന പല രംഗങ്ങളും എന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുകളയുന്നു എന്ന് ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നോട് സമീഅത്തുബി ഉദുനയ്യ എന്റെ ചെവി കൊണ്ട് കേട്ട വാക്ക്. ഉമ്മയും മോനും ഒന്നിച്ചിരുന്നിട്ടാണ് ഒരു വീട്ടിൽ ഒന്നിച്ച് സിനിമ കാണുക. സിനിമയുടെ രംഗങ്ങൾ അത്ര നല്ല മദീനയിലെ പോലെയാ? അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് ഈ സംസ്കാരത്തിൽ നിന്ന് വീടിനെ മാറ്റാൻ കഴിയുന്നത് പെണ്ണിനാണ്, ഉമ്മയ്ക്കാണ്. ഇന്നു മുതൽ എന്റെ മക്കളെ ഞാൻ വിളിച്ചിരുത്തി സൂറത്തിൽ വാക്യ ഓതും, സൂറത്ത് യാസീൻ ഓതും എന്ന് പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ, ഉറക്കെ പറ. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരായത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ പറയുക. ഇതിന്റെ ലാഭം കിട്ടിയാൽ ആർക്കാ? എനിക്ക്. അപ്പൊ സ്വാഭാവികമായും രണ്ടാമതൊരു ചോദ്യം വരും, ഉസ്താദേ ഈ ലോകത്ത് അങ്ങനെയൊക്കെ നടക്കുമോ? സന്ധ്യയാകുമ്പോ കുട്ടികൾക്ക് ട്യൂഷൻ പഠിക്കാനുണ്ട്, സ്കൂളിൽ പോകാനുണ്ട്, മദ്രസയിലെ നോക്കാനോ ഒന്നും ടൈമില്ല. ഉസ്താദ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? നടക്കുമോ? രണ്ടാമത്തെ ചോദ്യം അവിടെയാണ്, ഇപ്പൊ ഇത് നടക്കുമോ? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? കുട്ടികൾ എപ്പോഴും കാർട്ടൂണിന്റെ മുമ്പിൽ സീരിയല് കാണാതെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റൂല. എന്റെ പെങ്ങളെ, എന്നാൽ ഖുർആനിലെ രണ്ടാമത്തെ സ്ത്രീയെ ഞാൻ പറയുക. രണ്ടാമത്തെ ഖുർആനിലെ സാഹചര്യങ്ങൾ അങ്ങനെയായി പോയി. വീട്ടിലെ സാഹചര്യം ഇങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകൾ ദീർഘം വന്നില്ല. ഒന്നെങ്കിൽ സ്റ്റേജിലേക്ക് പറയാൻ പറ്റും. പന്നിത്തരം ഗബീർക്ക് സദസ്സിൽ ഒന്നെങ്കിൽ സ്റ്റേജിലോട്ട് വരാൻ പറയാം. എത്തിയില്ല ഇതുവരെ. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, ഇങ്ങോട്ട് നോക്കി. എല്ലാം പറയാനുള്ള സമയം ആകെ 10-11 ഒരു മൈക്ക് സെക്ഷൻ ഉണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ ചോദ്യം, ഈ കാലഘട്ടത്തിൽ ഇത് നടക്കുമെന്ന്. എന്തുകൊണ്ട് നടക്കില്ല? അങ്ങനെ സംശയിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത്തെ സ്ത്രീയുടെ കഥ പറയുക. അല്ലാഹു പറയുകയാണ്, വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, സഹോദരിമാരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ കാലഘട്ടത്തിൽ ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ? എന്റെ വീട്ടിൽ ഖുർആനോട് പറയിട്ട് തലമറച്ചിട്ട് എന്റെ മക്കളെ നടത്താൻ പറ്റുമോ എന്ന് സംശയാലുക്കളായ സ്ത്രീകളോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറയുക. സ്ത്രീകളെ, നിങ്ങൾക്കറിയില്ല രണ്ടാമത്തെ സ്ത്രീ വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. സാക്ഷാൽ ഫിറൗന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹു പറയാണ്, നിങ്ങൾ എന്തേ പഠിക്കാത്തതെന്താ? സാക്ഷാൽ ഫിറൗനിന്റെ ഭാര്യയെ നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു അൻഹാ. ആരാ ആസിയ ബീവി? ആരാ? ഞാനാണ് അല്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ അമ്പെയ്തു കൊല്ലാൻ ഗോപുരം പണിത സാക്ഷാൽ ഫിറൗനിന്റെ കൊട്ടാരത്തിന്റെ ഫിറൗനിന്റെ ഭാര്യയായി ജീവിച്ചവളാ. ലോകത്തിലെ